ഇരിട്ടി എയിം PRTCയുടെ നേതൃത്വത്തിൽ വിവിധ സേനാ വിഭാഗങ്ങളിൽ വിജയിച്ചവർക്ക് അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. പോലീസ് ഇൻസ്പെക്ടർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ യശസ്സുകാക്കാൻ നമ്മളുടെ സുരക്ഷിതത്തിന് വേണ്ടി അവർ അവരുടെ സേവന മേഖലയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഈ 35 പേരും നിങ്ങളെ പോലെ തന്നെ സ്വപ്നങ്ങളുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നവരാണ്. ആ സ്വപ്നങ്ങൾ നല്ല രീതിയിൽ അവർ പ്രയത്നിച്ചതിന്റെ ഫലമായി അവർക്ക് സഫലമാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ സ്വപ്നം സഫലമാക്കാൻ കഴിയണം. അതാണ് അവരിലൂടെ നിങ്ങൾക്ക് മോട്ടിവേഷൻ ലഭിക്കേണ്ടത്. ഇരിട്ടി എയിം PRTCയിൽ നിന്ന് വിജയിച്ച 35 ആർമി കുട്ടികൾക്കുള്ള യാത്രയപ്പും പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. സബ് ഇൻസ്പെക്ടർ ശ്രീകാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. KV സുരേഷ് അധ്യക്ഷത വഹിച്ചു. സബ് ഇൻസ്പെക്ടർ ബാബു മുഖ്യാതിഥിയായി. എയിം MD KT ദിനേശൻ, കുടുംബശ്രീ സ്പെഷ്യൽ പ്രോജക്ട് കോർഡിനേറ്റർ P സനൂപ്, എയിം അഡ്മിനിസ്ട്രേറ്റർ VV അഖില എന്നിവർ സംസാരിച്ചു. കുറെ കഷ്ടപ്പെട്ട് എന്നിട്ടാണ് ഞാനെത്തിയെ. കുറെ പരീക്ഷ എഴുതി, ചിലവര് കിട്ടും ചിലവര് കിട്ടാണ്ടിരിക്കും. അങ്ങനെയാണ് എയിമിൽ വരുന്നത്. അപ്പോൾ എയിമിൽ വരുമ്പോൾ എനിക്ക് ആദ്യത്തെ ആർമിൻ്റെ എക്സാമൊന്നും കിട്ടിയില്ല. എക്സാമിന് തന്നെ പോകുന്നത്. പിന്നെ അവളുകൾ വന്ന് ഇവിടുന്ന് പഠിച്ച് കുറെ കഷ്ടപ്പെട്ട് തന്നെ പഠിച്ചത്. ഇവിടെ എടുക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതടക്കം നമ്മൾ കുറെ പരീക്ഷ അടക്കം എഴുതും. അത് ചിലത് കിട്ടും ചിലത് കിട്ടാണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഇങ്ങോട്ടൊന്നേ പറയാനുള്ളൂ, ഇത് തുടങ്ങുമ്പോൾ എന്നെ തന്നെ കുറേ പേരുണ്ടായിരുന്നു. എന്നാൽ ഇത് ഒടുക്കത്തിലെത്തുമ്പോൾ കുറച്ച് ആൾക്കാരെ ഉണ്ടാവില്ലൂ. കുറച്ചാൾ വേറെ വഴി തിരഞ്ഞെടുത്ത് പോകും. പക്ഷെ നമ്മളെ ലക്ഷ്യം മറക്കരുത്. എന്ത് വന്നാലും അത് എങ്ങനെയായാലും നേടണം. ഇതിപ്പം ലാസ്റ്റ് അറ്റംപ്റ്റാണ് കിട്ടിയത്. അപ്പോൾ കഷ്ടപ്പെട്ട ഇതേപോലെ പഠിച്ചാൽ മാത്രമല്ല, കഷ്ടപ്പെട്ടാലും ഇതേപോലെ നമുക്ക് അനുമോദനവും കാര്യങ്ങളൊന്നും കിട്ടും. എന്തിൽ ജയിച്ചാലും നമ്മുടെ ജീവിതത്തിൽ കൂടി ജയിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്.